അടുത്ത 2018 മോഡൽ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 37,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. അടുത്ത 2018 വണ്ടി സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റർ വന്നിട്ട് 28,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. സ്റ്റെൽത്ത് ബ്ലാക്ക് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ്. 2 ഫ്രണ്ട് ഡിസ്കും ബേക്കും ഡിസ്ക്കാണ്. 2 ഡുവൽ ചാനൽ ABS ആണ്. അടുത്ത 2020 മോഡൽ RS200 വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. മൊത്തത്തിൽ 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അടുത്തത് 2022 മോഡൽ പൾസർ 150 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. വെറും 6,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 6,000 കിലോമീറ്റർ. അടുത്ത വണ്ടി 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഗൺമെറ്റൽ ഗ്രേ ഡുവൽ ഡിസ്ക് വണ്ടി. 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നിലമേലാണ്. നിലമേൽ ലെഗസി മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വരുന്നത്. ഞാൻ സ്ഥിരം പറയാറുണ്ട്, എല്ലാ കടകളിലും ഞാൻ ഏകദേശം ഒരു മാസം ആയിട്ടേ ചെല്ലാറുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പം കുറേ അധികം ഇഷ്ടം പോലെ, കുറേ അധികം എന്നല്ല, ഒരു 2 വരിക്ക് നിറച്ച് ബുള്ളറ്റ്സുകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പം ബുള്ളറ്റ് പ്രേമികളായിട്ടുള്ളവർക്കും അല്ലാതെ ബൈക്ക് പ്രേമികളായിട്ടുള്ളവർക്കും ഒക്കെ വിശ്വസിച്ച് വന്നെടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണ്. അപ്പം ഇപ്പം ആ ബുള്ളറ്റിൻ്റെ വിവരങ്ങൾ കിട്ടിയപ്പോഴത്തേക്ക് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും നിലമേൽ വന്നേക്കാണ്. വേറെ ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേറെ കടകളില്ല, എന്നിട്ടും നമ്മൾ വന്നേണ്. അപ്പം ബുള്ളറ്റ് എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉതകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അത്യാവശ്യം നല്ല പ്രൈസ് ലെസ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിതിന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ബുള്ളറ്റൊക്കെ എടുക്കണം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കാണാം. അതേപോലെ അല്ലാതുള്ള ബൈക്കുകൾ എടുക്കാനും താല്പര്യപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓണർമാരിൽ ഒരാളായ ഒരു വ്യക്തിയെ നമുക്ക് കണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോഴേ ഞാൻ ചോദിക്കാൻ ആദ്യം തന്നെ വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ചോദിച്ചോളൂ. നിനക്കൊരു സ്വന്തം യൂട്യൂബ് ചാനലും ഇൻസ്റ്റ ഐ ഡിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തോ, കാരണം അപ്പം നിങ്ങൾക്ക് അത്രയും കൂടി ഒരു കച്ചവടം ഉണ്ടാവും. ഓക്കെ, യൂട്യൂബ് ചാനൽ പേര് ലെഗസി മോട്ടോഴ്സ് 2024 എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലെഗസി മോട്ടോഴ്സ് എന്നാണ്. ലെഗസി മോട്ടോഴ്സ് അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ടൈമിംഗ് ഇല്ല. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിയാൽ നമ്മളെ ഷോപ്പിലുള്ള എല്ലാ അപ്ഡേറ്റുകളും അതിനുള്ള അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ചാനൽ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് വേറെ അധികം വീഡിയോസ് ഒന്നും ആയിട്ടില്ല. ഓക്കെ, അല്ല നിങ്ങൾ ഷോപ്പിൽ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടാലും മതി. 2019 വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് സ്റ്റാൻഡേർഡ് ES ആണ്. സെൽഫ് വരുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ഡിസ്ക് ABS കാര്യങ്ങളെല്ലാം വരും. 2019 വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,30,000 രൂപ. 20,000 രൂപ ഫസ്റ്റ് അടയ്ക്കണം. അത് ഈ മാസം 30-ാം തീയതി വരെയാണെങ്കിൽ നമുക്ക് 1/10 വരെ മാക്സിമം ഫണ്ടിങ് കിട്ടും ഫിനാൻസിൽ. അതെന്താ ഈ മാസത്തിൻ്റെ പ്രത്യേകത? അത് ഓണത്തിൻ്റെ ഒരു ഓഫറായിട്ട് കൊടുക്കുകയാണ് ഫിനാൻസുകാർ. അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ മാസം 30-ാം തീയതി വരെ ആ ഓഫറുണ്ട്. 30-ാം തീയതിക്ക് ഉള്ളിൽ എടുക്കുവാണെങ്കിൽ ഈ വണ്ടിക്ക് 20 രൂപ അടച്ചാൽ മതി. അതല്ല ഓണം കഴിയുവാണെങ്കിൽ, ആ 30-ാം തീയതി കഴിയുവാണെങ്കിൽ 30 രൂപ അടയ്ക്കണം. 30 രൂപ അടയ്ക്കണം. വണ്ടിക്ക് വേറെ റീപ്ലേസ്മെന്റ്സോ റീപ്ലേസോ ആക്സിഡന്റോ അല്ലാതെ റീപെയിന്റോ അങ്ങനെ ഒരു വകയില്ല, ഒന്നുമില്ല. എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. എഞ്ചിൻ സൈഡൊക്കെ പക്ക, യാതൊരു അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അടുത്ത വണ്ടി 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഗൺമെറ്റൽ ഗ്രേ ഡുവൽ ഡിസ്ക് വണ്ടി. 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 33,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇതും വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചെറിയ 1-2 സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതാണ്ട് ഇതേപോലെ ടാങ്കിന്റെ മുകളിലൊക്കെ അല്ലേ അങ്ങനത്തെ സ്ക്രാച്ച് ഉണ്ടെന്നുള്ളൂ. അല്ലാതെ വേറെ മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദ്യം? എത്ര? ഇത് 1,25,000 രൂപ. ഇതിനകത്ത് അത്യാവശ്യം തുരുമ്പൊക്കെ ഉണ്ടല്ലോ. ഇത് മിക്കുള്ള ബുള്ളറ്റിലും സൈലൻസറിൽ ഇങ്ങനെ വരും. ആ വണ്ടിയിലുണ്ട്, അപ്പുറത്തിരിക്കുന്ന വണ്ടിയിലുണ്ട്. ഓവറായിട്ട് ഹീറ്റ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള വിഷയം. എത്ര ചോദിക്കുന്നത്? എത്ര? ഇത് 1,25,000 രൂപ. മൈലേജ് എന്തോ കിട്ടും ഇതിന്? ഇത് വണ്ടിക്കും ഒരു 35-38 ആ റേഞ്ച്. അടുത്ത 2020 മോഡല് ക്ലാസിക്കാണ്. സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയും. സ്റ്റെൽത്ത് ബ്ലാക്ക് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ്. ഫ്രണ്ട് ഡിസ്കും ബേക്കും ഡിസ്ക്കാണ്. 2 ഡുവൽ ചാനൽ ABS ആണ്. ഇതിൻ്റെ കിലോമീറ്റർ 17,000 കിലോമീറ്റർ. 17,000 കിലോമീറ്റർ ഒക്കെ ജെനുവിനാണ്. ഇതൊക്കെ ജെനുവിനാണ്. ഇത് കമ്പനി ടയർ അടക്കുന്നത്. ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? 42 2020.
അത്രയും വ്യക്തമായിട്ട് കിട്ടുമെന്നോ എങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. എത്ര ഓടിയിട്ടുണ്ട് ഇത്? ഇത് 17,027. അതാണ് ഒറിജിനൽ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഈ ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള വണ്ടികളൊന്നും എടുക്കാറില്ല. ഇപ്പം നമ്മളെ കിടക്കുന്ന എല്ലാ ബുള്ളറ്റുകളും പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ. മൈലേജ് ഒക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കുമല്ലോ? മിക്കുള്ള. പിന്നെ ഇഞ്ചക്ടർ വണ്ടിയാണ് ശാലോടെ മൈലേജ് കിട്ടും. ഒരു 1-2 കിലോമീറ്ററോടെ വ്യത്യാസം വരും. അത്ര വ്യത്യാസമുണ്ട്. ഇത് ഇഞ്ചക്ടർ വണ്ടിയാണ്. എത്ര അപ്പം ചോദിക്കുന്നത്? ഈ വണ്ടി 1.5 ലക്ഷം രൂപ. ഫസ്റ്റ് 40 രൂപ അടയ്ക്കണം. 40 രൂപ. അടുത്ത 2017 ഗൺമെറ്റൽ ഗ്രേ ഡുവൽ ഡിസ്ക് വണ്ടി. ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഫ്രണ്ട് പുത്തൻ ടയറാണ്. ബാക്ക് ടയർ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതും വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതിൻ്റെ കിലോമീറ്റർ 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 27. ഇത് ഫുൾ പ്രൈസ് വരുന്നത് 1,10,10,000 രൂപ. 1,10,10,000. എത്ര രൂപ ഇറക്കാം? ഈ വണ്ടി ഈ മാസമാണെങ്കിൽ 1 രൂപ അടയ്ക്കാതെ ഇറക്കാം. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ 1-10 വരെ വണ്ടി ഉണ്ടെന്ന്. 1 രൂപ 0 ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി ഇറക്കാവുന്ന വണ്ടിയാണ്. ബാക്ക് ടയറും കാര്യങ്ങളും ഒക്കെ കൊള്ളാം. എഞ്ചിൻ സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലല്ലോ? എഞ്ചിൻ സൈഡൊന്നും ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 1 രൂപ അടയ്ക്കണ്ട. ഫുൾ പ്രൈസ് 1,10,10,000 രൂപ. അടുത്തത് 2017 മോഡൽ ബുള്ളറ്റ് ക്ലാസിക് 350 ബ്ലാക്ക് കളർ. ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 37,000 കിലോമീറ്റർ. ഇതും വേറെ ആക്സിഡൻസ് ക്ലെയിമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഈ വണ്ടി 1,05,000 രൂപ. അപ്പം ഇത് നമുക്ക് ഫുൾ ലോൺ കിട്ടുമോ? ഇത് 1 ലക്ഷം രൂപ ലോൺ കിട്ടും. ഫസ്റ്റ് 5 രൂപ അടയ്ക്കണം. 5 രൂപ അടയ്ക്കണം. അല്ല, നേരത്തെ വണ്ടിക്ക് 1,10 അല്ലേ പറഞ്ഞത്? 1,10. എന്നിട്ട് അത് ഫുൾ ലോൺ കിട്ടിയല്ലോ. വണ്ടി ഡുവൽ ഡിസ്ക് വണ്ടിയാണ്. കുറച്ചുകൂടെ വിലയുള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് വ്യത്യാസം. അപ്പൊ ഇത് വേണമെങ്കിൽ ഒരു 5,000 രൂപ മുടക്കണം. ഇത് വേണമെങ്കിൽ 5,000 രൂപ അടക്കണം. മാസം അടവ് എങ്ങനെ വരും? മാസം ഒരു 3,800 3,700 ആ റേഞ്ച് വരും അല്ലേ? 4 വർഷത്തേക്ക് മാക്സിമം നമുക്ക് 4 വർഷം വരെ ചെയ്യാം. വർഷം കുറയ്ക്കും തോറും അടവ് കൂടും. അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റ് കൂടുതൽ അടക്കണം. എഞ്ചിൻ സൈഡൊക്കെ ഓക്കെയാണ്. ഇവിടെ ഇരിക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും എഞ്ചിൻ സൈഡും ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഒരു കുഴപ്പവും കാണത്തില്ല. പിന്നെ ചെറിയ ചെറിയ പണികൾ, ഈ കേബിളുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലതിൽ കാണും. ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്തെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടല്ലേ ഇവിടത്തോളൂ? എന്തെങ്കിലും പണി പെൻഡിങ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് പെൻഡിങ്ങിലുള്ള പണിയൊക്കെ തീർത്ത് കൊടുക്കത്തോളൂ. അടുത്ത 2019 മോഡലിലെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350. ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് ABS ആണ്. കാർബറേറ്റർ വണ്ടിയാണ്. എത്ര ചോദ്യവും കാര്യങ്ങളൊക്കെ? ഇത് 1,20. എന്ത് ഓടിയിട്ടുണ്ട്? 1,20,000 രൂപ. 21,000 കിലോമീറ്റർ. 1,20,000 വിലയാണോ? അത് വില 1,20,000 രൂപ. ഫസ്റ്റ് 10,000 രൂപ അടയ്ക്കണം. 10,000 രൂപയ്ക്ക് 2019 മോഡൽ സ്റ്റാൻഡേർഡ് ABS വണ്ടി. എൻജിൻ സൈഡൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ടയേഴ്സ് ഒക്കെ ഒരു ഉണ്ട്. ഫ്രണ്ട് ടയർ എല്ലാം ഉണ്ട്. നല്ല ടയേഴ്സ് ഉണ്ട്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടുത്ത 2019 സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 18. ഈ വണ്ടിയിലും ഒറ്റ സ്ക്രാച്ച് പോലും ഇല്ല. അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. ഒറ്റ സ്ക്രാച്ച് പോലും ഇല്ല. ഇതിൻ്റെ വില 1,20,000 രൂപ. ഫസ്റ്റ് 10,000 രൂപ അടയ്ക്കണം. എന്തോ ഓടിയിട്ടുണ്ട്? 18,000 കിലോമീറ്റർ. 18,000. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഇവിടെ ഇപ്പം നമ്മൾ കാണിക്കുന്നതിനകത്ത് സിംഗിൾ ഓണർ അല്ലാത്ത വണ്ടികൾ ഇപ്പം വന്നതിനകത്ത് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ഒരു 13 ബുള്ളറ്റ് സെക്കൻഡ് ഓണർ. അത് മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കിയെല്ലാം ഫസ്റ്റ് ഓണറാണ്. പിന്നെ ഈ ഒരു വണ്ടി RC ഉണ്ട്. അത് തേർഡ് ഓണറാണ്. ബുള്ളറ്റിൽ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വണ്ടികളും സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടികളാണ്. ഇതിൻ്റെയൊക്കെ എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ പറഞ്ഞില്ല. എഞ്ചിൻ സൈഡിലൊക്കെ ഗ്യാരണ്ടിയാണ്. എത്ര രൂപ ഇറക്കാം? ഈ വണ്ടി 10,000 രൂപ അടച്ച് ഇറക്കാം. 10. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ടയേഴ്സ് കിടക്കുന്നുണ്ട്. അടുത്ത 2021 മോഡല് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ABS വണ്ടി. ഇത് ഇഞ്ചക്ടർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 18,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുള്ളൂ. അതും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു NRIയുടെ ഇരുന്ന വണ്ടിയാണ്. ഇത് കുറച്ച് നാൾ ഒതുക്കി വെച്ചിരുന്ന വണ്ടിയാണ്. വണ്ടി വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പാണ്.
ഇത് ഫുൾ പ്രൈസ് വരുന്നത് 1,35,000 രൂപ. ഫസ്റ്റ് 25,000 രൂപ അടയ്ക്കണം. 25 രൂപ അടയ്ക്കണം. എത്ര വർഷം കിട്ടും? 4 വർഷം. 4 വർഷം. അടുത്ത 2018 മോഡൽ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 37,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. 37. ഇങ്ങനെ വണ്ടി വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ പണിയായിട്ടോ ഒന്നുമില്ല. ഇത് ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ. പിന്നെ ഫസ്റ്റ് 5 രൂപ അടയ്ക്കണം. 5,000 രൂപ. 5,000 രൂപ അടയ്ക്കണം. 5,000 രൂപ അടയ്ക്കണം. ഇത് ഈ വണ്ടി കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് കാണിച്ച്, കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊന്ന് കാണിക്കും. ബുള്ളറ്റ് അല്ലേ? ഐഡിയ ഉണ്ട്, ക്രാങ്കിൻ്റെ ഐഡി. കൈ കൊണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാനേ ഞാൻ ഉദ്ദേശിച്ചോളൂ. എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഈ വണ്ടി ഒന്നും പേടിക്കാനില്ല, ഒരു കംപ്ലൈന്റ് ഇല്ല ഈ വണ്ടിയിൽ. എത്ര ഉണ്ട് ഇറക്കാം? ഇത് 5,000 രൂപ അടച്ച് ഇറക്കാം. എത്ര ചോദിച്ചേ? ഇത് 1 ലക്ഷം രൂപ. 1 ലക്ഷം. അടുത്ത 2016 മോഡൽ ബുള്ളറ്റ് ക്ലാസിക് 350 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഈ വണ്ടി 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2016 വണ്ടി. വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ സൈലൻസറിൻ്റെ ഗാഡി ഇരിപ്പില്ല. ഈ കാണുന്ന കണ്ടീഷനാണേ. ഇങ്ങനെ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഈ ടാങ്കിൻ്റെ അവിടെ ഇത്തിരി പെയിൻറ്റ് പോയിട്ടുണ്ട്. അല്ലാതെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി എൻജിൻ സൈഡിലായാലും മെക്കാനിക്കലായാലും എല്ലാം പക്കാണ്. എത്ര ചോദ്യം? ചോദ്യം എത്ര? ഇത് 90,000 രൂപ. 90. റീപ്ലേസ്മെന്റ്സ് വേറെ ഒന്നുമില്ല? കാര്യങ്ങളൊന്നും വേറെ ഒന്നും പറയാം. ഈ പറഞ്ഞ 2 അപാകതകളല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ? വേറെ ഒന്നുമില്ല. ഈ വണ്ടിയും 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി അടക്കാം. 1 രൂപ അടയ്ക്കണ്ട. അങ്ങനത്തെ വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടിയാണ്. എത്ര വർഷം വരെ ലോൺ കിട്ടും? ഈ വണ്ടി 3 വർഷം. 3. അടുത്ത 2018 വണ്ടി സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റർ വന്നിട്ട് 28,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. ഫുൾ പ്രൈസ് വരുന്നത് 1,20,000 രൂപ. ഫസ്റ്റ് 10,000 രൂപ അടയ്ക്കണം. 10,000 രൂപ. എൻജിൻ സൈഡൊക്കെ കറക്റ്റാണ്. എൻജിൻ സൈഡൊക്കെ പക്കാണ്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാര്യങ്ങളോ ഒന്നുമില്ല. റെഡ് കളർ അല്ലേ? റെഡ് എച്ച് എന്നാണ് അതിൻ്റെ പേര്. ഈ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. കാര്യങ്ങൾ ഇത് മൈലേജ് ഈ പറഞ്ഞ 35-38 വരെയൊക്കെ കിട്ടും. അടുത്ത 2013 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടി മൊത്തത്തിൽ 47,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. വേറെ ടയറും കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ വണ്ടിയുടെ ആ കാലപ്പഴക്കത്തിൻ്റെ ഒരു പഴക്കമുണ്ട്. ചെറിയ സ്ക്രാച്ചും അവിടെ ഇവിടെയൊക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ് വണ്ടിക്ക് മെക്കാനിക്കൽ സൈഡോ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വണ്ടി ഫിനാൻസ് കിട്ടത്തില്ല, നമുക്ക് റെഡി ക്യാഷാണ്. റെഡി ക്യാഷ് 65,000 രൂപയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 65. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വണ്ടിയായിരിക്കും. അപ്പം അന്ന് ഈ വീഡിയോ ഉണ്ടായിരുന്നു, ആ വണ്ടി ഉണ്ടായിരുന്നു. 65,000 രൂപയ്ക്ക് ബുള്ളറ്റ്. ഞാൻ തമ്പലയും വെച്ചത് അതിനകത്ത് ഇതുണ്ടെന്ന് പറഞ്ഞു. അന്ന് തമ്പലയും വെച്ച് വേറെ വണ്ടിയായിരുന്നു. ഡയലോഗില് തമ്പലേനായിട്ട് 65 ഡിഗ്രി വേറൊരു വണ്ടി ഉണ്ട്. അത് ഇന്നലെ കൊടുത്ത്. അത് പോയത്? അത് പോയി. ഇത് അന്നത്തെ വീഡിയോയിൽ ഉണ്ടാകുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ 65 ഡിഗ്രി വണ്ടി കൊടുത്തായിരുന്നു. അടുത്ത 2020 മോഡൽ ഡൂക്ക് 250 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടി 250 ആണേ. ഡസ്റ്റ് ഏരിയസും കാര്യങ്ങളെല്ലാം ഉണ്ട്. 25,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. മേജർ എന്നല്ല, ആക്സിഡന്റ് ഇല്ല. അല്ല, ടയറേ അല്പം മോശമാണ്. ട്രാക്ക് ടയർ, ട്രാൻസ്മിറ്റർ ടയർ ഏകദേശം തീരാറായി. ടയർ മാറി കൊടുക്കൂ. ടയർ മാറി കൊടുക്കാം നമുക്ക്. 2 ടയറും? 2 ടയർ മാറി കൊടുക്കാം. എത്ര ചോദ്യം? 1,70,000 രൂപ. 1,70,000. ഫസ്റ്റ് 60 രൂപ അടക്കണം. ഇത് ഇവിടെയുള്ള വണ്ടികളെ നേരത്തെ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ഇതാ. ഇവിടെയുള്ള വണ്ടികളുടെ ഈ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെയാണ്? കിലോമീറ്റർ നമുക്ക് വരുന്ന കിലോമീറ്ററിലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചേ. 2016 ഉണ്ട് 46,000 കിലോമീറ്റർ. 2018 വണ്ടിയാണ് ഈ വണ്ടി. ഇത് 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് വരുന്ന കിലോമീറ്റർ നമ്മൾ അത് കണക്കല്ല, നമുക്ക് അങ്ങനെ അതിനകത്ത് വേറെ ഈ തിരിമറികളൊന്നുമില്ല. അങ്ങനെയാണ് നമുക്ക് ഇത് തിരിച്ചു വെച്ച് വിടാറുണ്ട്.
ആ 16 വണ്ടി തിരിച്ചു വെച്ച് വിടാറുതാണ്. അതുകൊണ്ട് ഈ വണ്ടി 47,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടി ഇന്ന് നോക്കിയേ 47,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 47. ആ 47. അത് അതേപോലെ കാണിക്കാം. അങ്ങനെ നമുക്ക് തിരിക്കാമല്ലോ. നമ്മൾ വീഡിയോ ഇടുമ്പോഴേ ഈ വണ്ടി 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അല്ല ഞാൻ പറയട്ടെ, നമ്മൾ ഈ വീഡിയോ 20-22 ഒരുപാട് പേര് ചോദിക്കും. കാരണം ഒരുപാട് കമന്റ്സ് വരുന്ന അവന്മാർ തിരിമറിയാണ്, അങ്ങനെയുള്ള ഉടായ്പകളാണ് കാണും. കാരണം ഒരുപാട് പേര് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന പരിപാടിയില്ല. നമ്മൾ ഉള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പം ഓടിയാലും കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ കൊടുക്കും. പിന്നെ ഒരുപാട് കിലോമീറ്റർ ഓടി വേണ്ടി നമ്മളങ്ങനെ എടുക്കാറില്ല. ഈ മാക്സിമം ഒരു 50 വരെ കിലോമീറ്റർ ഓടി എടുക്കാം. അതിന് മേളിൽ നമ്മൾ എടുക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങൾ വരണം അല്ലേ? എക്സ്ചേഞ്ച് എന്നാലും കിലോമീറ്റർ ഓടിയാണെങ്കിൽ നമ്മളങ്ങനെ എടുക്കത്തില്ല. 2015 മോഡൽ RC200 തേർഡ് ഓണർഷിപ്പ്, ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് നമുക്ക് ഫിനാൻസ് കിട്ടത്തില്ല. 2015 വണ്ടി ആയതുകൊണ്ടാണ് 2016 ഫിനാൻസ് കിട്ടത്തുള്ളൂ. ഇത് ഫുൾ പ്രൈസ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. ഈ 2016 ശേഷമുള്ള വണ്ടിക്ക് ഫിനാൻസ് കിട്ടുമ്പോഴേ അത് ഏകദേശം എത്ര വർഷം വരെ കിട്ടും? 3 വർഷം വരെ. 3 വർഷം വരെ കിട്ടും. ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എഞ്ചിൻ സൈഡൊക്കെ കൊള്ളാമേ? പെർഫെക്റ്റ് ആണ്. എത്ര ചോദ്യം? ഇത് 1 ലക്ഷം രൂപ. അടുത്ത 2020 മോഡൽ RS200 വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. മൊത്തത്തിൽ 33,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. 33. 2020 വണ്ടിയാണ്. വേറെ അപാകതകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ചെറിയൊരു സ്ക്രാച്ച് വല്ലതും ചിലപ്പം കണ്ടാലോ. അതാണ്ട് ഈ ഒരു സ്ക്രാച്ച്, ഇവിടെ ഒരു സ്ക്രാച്ച്, ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് ആവാതിരിക്കത്തില്ല. വണ്ടി നമ്മളിപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയാൽ എന്താ പറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫുൾ പ്രൈസ് വരുന്നത് 1,10,000 രൂപ. ഫസ്റ്റ് 20 രൂപ അടച്ചാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. മൈലേജ് എന്ത് ഇതിൻ്റെ? മൈലേജ് ഒരു 35 നോക്കിയാൽ മതി. 35. അടുത്ത 2018 ബുള്ളറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 32,000 കിലോമീറ്റർ ഈ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. ഇതിന്റെ ടയർ പക്ഷെ പോയി കേട്ടോ. ടയർ 32,000 കിലോമീറ്റർ കമ്പനി ടയറാണ്. മാറി കൊടുക്കുമല്ലോ? ടയർ മാറി കൊടുക്കാം, നമുക്ക് മാറി കൊടുക്കാം. ബാക്ക് ടയർ നല്ല ടയറാണ്. ബാക്ക് ടയർ നല്ലതാണ്. ബാക്ക് ടയർ മാറിയതാണ്. അവർ ഫ്രണ്ട് ടയർ മാറിയില്ല. എത്ര ചോദ്യം? ഇത് 1,20,000 രൂപ. ഫസ്റ്റ് 10 രൂപ അടക്കണം. ഫസ്റ്റ് 10 രൂപ. ഒരു 3 വർഷം ലോണും കിട്ടും. ഈ വണ്ടി നമുക്ക് 4 വർഷം കിട്ടും. 4 വർഷം കിട്ടും. 4 വർഷം വർഷം പുതിയതായതുകൊണ്ടാണോ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ആക്സിഡന്റ് കേസോ റീപ്ലേസ്മെന്റോ അങ്ങനെ? ആക്സിഡന്റ് കേസോ റീപ്ലേസ്മെന്റ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. എഞ്ചിൻ സൈഡൊക്കെ പക്കാണ്. യാതൊരു തര പ്രശ്നങ്ങളും കാണുന്നില്ല നോക്കിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ആക്സിഡന്റോ റീപ്ലേസോ അങ്ങനെ കിലോമീറ്റർ ഒരുപാട് ഓടിയ വണ്ടികളൊന്നും നമ്മളങ്ങനെ എടുക്കത്തില്ല. അടുത്ത യമഹ MG 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഈ വണ്ടി മൊത്തം 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുക. പുതിയ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ വണ്ടി വില മൊത്തത്തിൽ 1,40,000. ഫസ്റ്റ് 30 രൂപ അടക്കണം. ഇത് മൈലേജ് എന്താണ് വണ്ടി? ഈ വണ്ടി മൈലേജ് ഒരു 50 മേളിൽ എങ്ങനെയായാലും മൈലേജ് കിട്ടും. വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ഉണ്ട് ഇറക്കാം ഇത്? ഈ വണ്ടി 30 രൂപ അടച്ചിറക്കാം. 30. 1,40 ഫുൾ പ്രൈസ്. ഫസ്റ്റ് 30 രൂപ അടച്ചിറക്കാം. അടുത്തത് 2022 മോഡൽ പൾസർ 150 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. വെറും 6,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 6,000 കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് പുതിയ വണ്ടിക്ക് ഏകദേശം 1,75 വിലയുണ്ട്. നമുക്ക് ഈ വണ്ടി 90,000 രൂപയ്ക്ക് കൊടുക്കാം. ഓണം പ്രമാണിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ? അതിൻ്റെയാണ് നമ്മൾ ഈ വില പറഞ്ഞത്. 90 രൂപ. പുതിയ ഞാൻ പറഞ്ഞില്ല, പുതിയ വണ്ടി ഏകദേശം 1,75 വിലയുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 2022 മോഡലാണ്. വണ്ടിയുടെ വില 90,000 രൂപ. നമുക്ക് ഫസ്റ്റ് 10 രൂപ അടച്ചാൽ മതി. ഇത് 150 180 150 ഫ്രണ്ട് ബാക്ക് ഡിസ്ക് വിത്ത് ABS. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈലേജ് എന്താണ്? മൈലേജ് ഒരു 50 കിട്ടും. 50. അടുത്ത 2021 മോഡൽ യമഹ FC വെർഷൻ 3 സിംഗിൾ ഓണർഷിപ്പ് 35,000 കിലോമീറ്റർ. ടയർ മാറിയായിരുന്നോ? ഇതാ ഇത് ടയർ മാറിയതാ. നല്ല ടയർ കിടക്കുന്നു. ടയർ മാറിയതാ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 35 ഓടിയിട്ടുണ്ട് മൊത്തം. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിയുടെ വില 90,000 രൂപ. ഫസ്റ്റ് നമുക്കൊരു 15 രൂപ അടച്ചാൽ മതി.
15 രൂപ. ആ. ഈ മൈലേജ് എന്താണ് ഈ വണ്ടിയുടെ? ഈ വണ്ടിക്ക് 60 മേളിൽ മൈലേജ് കിട്ടും. ഇത് നമ്മളില്ല യൂണിക്കോൺ അങ്ങനെയുള്ള സെഗ്മെന്റിൽ പെട്ട വണ്ടിയാണ്, എക്സിക്യൂട്ടീവ് വണ്ടിയാണ്. അടുത്ത 2014 മോഡൽ മഹീന്ദ്ര സെഞ്ചുറോ, സെക്കൻഡ് ഓണർഷിപ്പ്. കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടല്ലോ ഇതിൽ. 14 വണ്ടിയാണ്. പിന്നെ ആ വിലയേ ഉള്ളൂ, 7000 രൂപ. 7000 രൂപയുള്ളൂ. 7000 രൂപ ഉള്ളൂ. എന്ത് ഓടിയിട്ടുണ്ട്? 46 47 ഓടിയിട്ടുണ്ട്. അത്ര ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ സൈഡൊക്കെ പക്കയല്ലേ? ആ പക്കയാണ്. പിന്നെ ടൈമിംഗ് ചെയിൻ്റെ ചെറിയൊരു കിണുകിണപ്പുണ്ട്. ടൈമിംഗ് ചെയിൻ മാറിയാൽ മതി. നിങ്ങൾ ചേഞ്ച് ചെയ്യുമോ അതോ ഈ കണ്ടീഷൻ? ഈ കണ്ടീഷനിൽ. ഇത് മൈലേജ് എന്താണ് ഈ വണ്ടിക്ക്? എങ്ങനെയായാലും ഒരു 65-70 മൈലേജ് കിട്ടും. അടുത്ത 2019 മോഡൽ FC വെർഷൻ 2 ഇഞ്ചക്ടർ വണ്ടിയാണ്. വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ത് ഓടി? ഇത് 35 ഓടിയിട്ടുണ്ട്. 35. ഫുൾ പ്രൈസ് 60 രൂപ. 60 രൂപ. ആ 60 രൂപ. ഇത് ലോൺ കിട്ടുമോ? ലോൺ കിട്ടുമോ ഇതിന്? ആ ഈ വണ്ടി ലോൺ കിട്ടും. എത്ര ഉണ്ട് ഇറക്കാം? ഇത് 20 രൂപ അടച്ചിറക്കാം. 20 രൂപ. എത്ര വർഷം? 1 വർഷമോ അതോ 2? ഇത് 3 വർഷം വരെ കിട്ടും. 3 വർഷം വരെ കിട്ടും. അപ്പോൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ പെർ ലാക്ക് എത്ര വെച്ച് അടയ്ക്കേണ്ടി വരും? ഏതാ ഇത് എങ്ങനെ മനസ്സിലായില്ല? ഇതിപ്പോൾ 20,000 രൂപ തന്ന് എടുക്കുകയാണെങ്കിൽ അതെ മാസമടപ്പം പറഞ്ഞത്. ഇത് മാസമടവ് 3 വർഷത്തേക്കാണ് 1843 രൂപ വരും. ഫസ്റ്റ് 20 രൂപ അടക്കണം. അത്രയും വരും അല്ലേ? അടുത്ത 2008 മോഡൽ യൂണിക്കോണാണ്. തളന്നോ പറഞ്ഞു സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. അത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. പേപ്പറുണ്ട്. 2028-29 പേപ്പറുണ്ട്. എത്ര ചോദ്യം? 18 രൂപ. 18. എത്ര ഉണ്ട്? 18 രൂപ ആകുമ്പോൾ ടയർ ആവറേജ് ടയർ. വേറെ എൻജിൻ സൈഡൊക്കെ എങ്ങനെയാണ്? എൻജിൻ സൈഡോ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. യൂണിക്കോൺ ആകുമ്പോൾ ഒരു 60-65 മൈലേജ് കാണത്തില്ലേ? കാണും. ഫസ്റ്റ് ഓണർ ആണോ അത്? അത് ഫസ്റ്റ് ഓണർ. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇത് സ്പ്ലെൻഡർ ഐസ്മാർട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഫിനാൻസ് എടുത്തില്ല. 2015 ലാസ്റ്റ് വണ്ടിയാണ്. ടയർ ഫ്രണ്ട് ടയർ മോശമാണ്. ടയർ മോശമാണ്. ബാക്ക് ടയർ പുത്തൻ ടയറാണ്. ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലായിരുന്നല്ലോ. ഇപ്പം വന്നില്ല. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ പ്രൈസ് 28,000 രൂപ. 28 അല്ലേ? 28. വേറെ കാര്യങ്ങളൊന്നുമില്ല. നോ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. സാധാ സ്പ്ലെൻഡർ തന്നെ. ഇതിന്റെ ഐസ്മാർട്ട്. അങ്ങനെ ഒരു വ്യത്യാസമില്ലേ? ഇത് മൈലേജ് എന്താണ്? ഈ വണ്ടിക്ക് 75 മൈലേജ് ഉണ്ട്. 75 ഉണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ അറിയണമെന്ന് പ്രേക്ഷകർ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ കാറിൻ്റെ ആയാലും ഓട്ടോയുടെ ആയാലും ഏതെടുത്താലും അത് ചോദിക്കാത്ത എന്താണെന്ന് ചോദിക്കും. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഫിനാൻസ് എങ്ങനെയാണ്? ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇത് കൊടുക്കൂ. അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് ആണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ഇത് അപ്രൂവ് ആയി കിട്ടും? നമുക്ക് ഫിനാൻസ് ആണെങ്കിൽ കേരളത്തിലെ കാസർഗോഡ് ജില്ല ഒഴിച്ച് ബാക്കി ഏത് ജില്ല വേണമെങ്കിലും ചെയ്യാം. എന്താണ് കാസർഗോഡ് പറ്റാത്തത്? കാസർഗോഡ് അത്രയും ലോങ് ആയതുകൊണ്ടും കർണാടക ബോർഡറൊക്കെ അടുത്തായതുകൊണ്ടും കാസർഗോഡ് ആരും ചെയ്യത്തില്ല. അത്രയും ദൂരമായതുകൊണ്ട്. പിന്നെ സമയം കാലാവധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം പക്ക ആണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. നമുക്ക് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആധാർ വേണം, പാൻ കാർഡ് വേണം, ഒരു ഫോട്ടോ വേണം, പാസ്ബുക്ക് വേണം. ഈ പാൻ കാർഡ് ഇല്ലെങ്കിൽ അതും കുഴപ്പമില്ല. അതേപോലെ ഈ കാണുന്ന വണ്ടികളെല്ലാം നിങ്ങളെ ഇൻസ്റ്റയിൽ നിങ്ങൾ പ്രത്യേകം നമ്മൾ ഇവിടെ വണ്ടി വന്നാൽ അപ്പോഴേ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യും. അതേ കണക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അതിനകത്തും വണ്ടി ഇനിയുള്ള വീഡിയോ ഡീറ്റെയിലുകളും കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഈ വണ്ടികളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ഫോട്ടോ എടുത്ത് ആ വണ്ടിയുടെ മൊത്തം ഡീറ്റെയിൽസ് ഇടും എന്നുള്ള രീതിയാണ്. ഇൻസ്റ്റയിൽ ഇടുന്നത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കിലോമീറ്റർ, ഓണർഷിപ്പ് എത്രയാണ്, ഡൗൺ പേയ്മെന്റ് എത്രയാണ്, ഫുൾ പ്രൈസ് എത്രയാണ്, ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇടും. പിന്നെ നമ്മുടെ പേജിൽ നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഫോട്ടോസും ഷെയർ ചെയ്ത് കൊടുക്കും. ലെഗസി മോട്ടോഴ്സ് അല്ലേ? ലെഗസി മോട്ടോഴ്സ് ചാനലിന്റെ പേര്. ഇൻസ്റ്റാ പേജ് ലെഗസി മോട്ടോഴ്സ്, യൂട്യൂബ് ചാനലിന്റെ പേര് ലെഗസി മോട്ടോ 2024. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഫുൾ ലോങ് കയറുന്ന വണ്ടികൾ വരെ ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ
6000 കിലോമീറ്റർ മാത്രം ഓടിയ പൾസർ, അങ്ങനെയുള്ള ഒരുപാട് വണ്ടികളുണ്ട്. 7000 രൂപയ്ക്ക് വണ്ടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.